നമസ്കാരം. പൊളിടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. എസ് എഫ് ഐ ഒ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങളിലായിരുന്നു. കുറച്ചു കാലമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു, എസ് എഫ് ഐ ഒ മുങ്ങിയോ, അല്ലെങ്കിൽ ഇവര് തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാക്കിയോ എന്നുണ്ട്. അങ്ങനെയാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ധാരണയുടെ പുറത്താണ്, കേൾക്കാനില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഇന്നിപ്പോ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. KSFDC ആയി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കേസ്. അവരാണല്ലോ ഇത് അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അപ്പൊ അവരോട് കോടതി പറഞ്ഞിട്ടുള്ളത് തടയാനൊന്നും പറ്റില്ല, SFI യോട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പറയണം അവരുടെ അടുത്ത് എന്ന്, ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. SFI ഒ ഇത് രണ്ടും കുഴപ്പമായതുകൊണ്ട് അതുകൊണ്ട് ഈ SFI യോയുടെ അന്വേഷണം എന്താവും എന്നാണ്. ഈ ഇലക്ഷന് മുന്നേ എന്തെങ്കിലും തീരുമാനമാവുമോ? ഇലക്ഷന് മുമ്പൊന്നും എന്തായാലും തീരുമാനമാവില്ല, സാധ്യത വളരെ കുറവാണ്. ഒന്നാമത്തെ എനിക്കിത് ഇപ്പോഴും മനസ്സിലാതെ ഇപ്പൊ ഒരു പുതിയ ട്രെൻഡാണിത്. ഞങ്ങളെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും പറഞ്ഞ് കോടതിയെ സമീപിക്കും. അല്ല, തെറ്റ് ചെയ്താലല്ലേ അങ്ങനെ പോകേണ്ട കാര്യമുള്ളൂ. തെറ്റ് ചെയ്തവർക്കല്ലേ പേടിയുള്ളൂ. അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതേ വീണ വിജയൻ ഇവിടെ കൊണ്ടുപോയി കേസ് കൊടുത്തില്ല. എനിക്കത് മനസ്സിലാത്ത, ഒരു തെറ്റുമില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ കോടതിയെ സമീപിച്ചിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുന്നത്? ഈ മസാല ബോണ്ടിന്റെ കേസില് തോമസ് ഐസക്കും പറയുന്നത് എന്താണ്, എന്നെ ഒഴിവാക്കി തരണം. 7 തവണ എനിക്ക് നോട്ടീസ് അയക്കുന്നത്. ഇതിന്റെ അകത്തൊക്കെ ഒരു കാര്യം ചെയ്യും, ഇവരുമായിട്ട് ഒന്ന് സംസാരിക്കൂ. ഞാനല്ല ഇതിന്റെ ആള്, കിഫ്ബിന്റെ ആൾ ഇപ്പൊ ഞാനല്ല, ഇപ്പോഴത്തെ ആരാണോ അവരെ നിങ്ങൾ പിടിച്ചോ എന്നാ പറയുന്നത്. അത് പക്ഷെ അങ്ങനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മന്ത്രിസഭയാണ് ഞാനല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംഭവം ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പോയി അവിടെ പോയി പറഞ്ഞാൽ പോരെ. ഇതിനിങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം എന്തിനാ? ഇവരെ ഇപ്പൊ ഇതാണെങ്കിലും വീണ കാണിച്ചാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ എന്തിനാണ് ഇവര് KSIDC ഇങ്ങനെ പോയിട്ട് ബെഗ് ചെയ്യുന്നത്? അവർ അന്വേഷണം വന്നു, അന്വേഷണത്തിന് വേണ്ട സാധനങ്ങൾ കൊടുത്താൽ പോരെ. അല്ല, അതാ കോടതി പറഞ്ഞത്, നിങ്ങൾ അന്വേഷണത്തെ നേരിടും, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. എന്തിനാ ഭയപ്പെടുന്നത്? ഇതിലൊക്കെ വളരെ വ്യക്തമായൊരു സംഭവമുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെയല്ലോ തരികിടകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിഷയം. അപ്പം സത്യം പുറത്തു വന്നാൽ ഇലക്ഷൻ കാലാണ്, എന്തായാലും തിരിച്ചടി ഉണ്ടാവും എന്നുള്ള അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പം ഇതിപ്പം തൽക്കാലം മൂടി വെക്കുക. പിന്നെ നമുക്കറിയാം പല കേസുകൾ ഇലക്ഷൻ ടൈമിൽ വലിയ സംഭവമായിട്ട് വരികയും ഇലക്ഷനോട് കൂടി മൊത്തം അത് ഇല്ലാതാവുകയും അലിഞ്ഞില്ലാതാവുകയും പിന്നെ അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. നമുക്ക് അങ്ങനെ ഗുണമുണ്ട്, വലിയ മറവി രോഗമുള്ള ആളുകളാണ് നമ്മളോട്. അല്ല, ഇതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. അതാണ് എനിക്ക് എപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇത്ര വെപ്രാളവും വേവലാതി ഇവർ കാണിക്കുന്നത്? ഇനി എന്തുണ്ടെങ്കിലും അന്വേഷണങ്ങളെ അതിന്റെ രീതിയിൽ നേരിട്ടാ പോരെ. ഇവരെല്ലാരും എല്ലാ 24 മണിക്കൂറും പ്രസംഗിക്കുന്ന നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നീ നിയമത്തിനെ എന്തിനാ തടുക്കാൻ ശ്രമിക്കുന്നത്? ഈ നിയമപരമായും രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായും ഞങ്ങൾ ഇതിനെ നേരിടുന്നതാണ് ഇവരെപ്പോഴും പറയാറ്. അതെ. എന്നാ പിന്നെ അത് അങ്ങോട്ട് നേരിട്ടാ പോരെ. ഇവിടെ സാധാരണക്കാരൻ അങ്ങനെയല്ലേ, എല്ലാത്തിനെയും നേരിട്ടല്ലേ ജീവിക്കുന്നത്. പിന്നെ ഒരു ഔദ്യോഗിക സംവിധാനം തെറ്റ് ചെയ്തു എന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് വെപ്രാളം ഞാൻ പറയണേ. അതല്ലേ കോടതി ഇപ്പൊ പറഞ്ഞത് കൃത്യമായിട്ട്. എല്ലാറ്റിനെയും നേരിടണാണ്, ഇപ്പൊ കാട്ടുമൃഗങ്ങളെയും നേരിടണം. പക്ഷെ ഇവർക്കൊന്നും ആ പ്രശ്നമില്ല. എന്തൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല്, ഇതൊക്കെ കാലാകാലമായിട്ട് ഇത്തരത്തിലുള്ള പല തരികിടകളും നടത്തുക, ഒരുപാട് പണം ഉണ്ടാക്കുക, എന്നിട്ട് ആ പണം വെച്ചുകൊണ്ട് എല്ലാറ്റിനെയും നേരിടുക. ഇതാണ് നേരത്തെ പറയായിരുന്നല്ലോ, ഈ രാമപിള്ളയും വക്കീലും കുറെ പണം ഉണ്ടെങ്കിൽ ഏത് കേസിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത്. പക്ഷെ ഇപ്പൊ രാമപിള്ള വക്കീൽ ഉണ്ടായാലും ചിലപ്പോൾ രക്ഷപ്പെടില്ല എന്നുള്ളത് തോന്നലുണ്ട്. അതാണ് വിഷയം. അല്ലാതെ ഈ കുഞ്ഞിനുമാഷ്ട വരികളുണ്ടല്ലോ, പിന്നെ ശർക്കര ഭരണിയിൽ കൈയിട്ടെന്നാൽ നക്കാത്തവരും കുറവാണ്, നാടിൻ ഭരണം കയ്യേറ്റെന്നാൽ കക്കാത്തവരും കുറവാണ്. ഈ ഒരു ഭയമല്ല ഇവരെല്ലാം അലട്ടുന്നത്. മര്യാദക്ക് ഭരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴത്തേക്കും അയ്യോ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എന്തിനാ അതിൻ്റെ അകത്ത്? എന്റെ ആവശ്യം എന്താ എനിക്ക് പറയാം. അപ്പൊ അതിന്റെ ആളുകൾക്ക് സംശയിക്കുന്നതിൽ തെറ്റില്ല, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ഈ എക്സ്ട്രാ ലോജിക്കും KMRലും തമ്മിലുണ്ടായ ഒരു ക്രയവിക്രയമാണെന്നും ഇതിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടും ഇല്ലെന്നും AK ബാലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ വീണയുടെ കമ്പനിയും ഈ കർത്തയുടെ കമ്പനിയും തമ്മിൽ നടന്ന ഒരു വലിയ ഇടപാടാണെന്നും അതിൽ വ്യക്തികൾക്ക് എന്താണ് പ്രാധാന്യം, അത് അവർ തീർത്തോടും എന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവത്തോട് കൊണ്ടുപോയ സംഭവം ഇപ്പോൾ അങ്ങനെ പോവില്ല എന്ന് മനസ്സിലായി.
പിന്നെ വന്ന് മറ്റേ മൈക്കിനെതിരെ കേസെടുത്ത പോലെ കരിമണലിനെതിരെ കേസെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ഇതിനെല്ലാം കാരണം ഈ കരിമണൽ ഉണ്ടായത് കൊണ്ടാണെന്നും അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേസ് എടുക്കേണ്ടത് കരിമണലിനെതിരെയാണ്. മറ്റേ ആനന്ദിന്റെ നോയിലുള്ള പോലെ അവസാനം തൂക്കിക്കൊല്ലാൻ കൊണ്ട് വിധിച്ചിട്ട് ഇതിന് പറ്റുന്ന കഴുത്ത് കണ്ടെത്തിയില്ല എന്നും അതുകൊണ്ട് ആ കഴുത്തുള്ള ഒരാളിനെ തൂക്കിക്കൊല്ലുക എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിക്കൂടാകില്ല. പക്ഷെ ഇതില് CPM യഥാർത്ഥത്തിൽ കുറച്ച് ഭയന്നിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു ഇതില്ല. അതുകൊണ്ടാണ് KSFDC കൊണ്ട് കേസ് കൊടുക്കുന്നത്. അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളുടെ വലിപ്പം വലിയ പ്രശ്നമാണ് പാർട്ടി. അതെ അതാണ് അവിടെയാണ് വിഷയം. അല്ലെ, പാർട്ടി ആദ്യം തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് പിന്നെ 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും ഇതിൽ വേറെ ഒന്നും നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതെന്നും എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിൽ പോലും അവസാനം ഒറ്റ കൈയൊഴിയിലായിരുന്നു. ഒരു ദിവസം കൊണ്ട് അത് എനിക്കറിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് MV ഇന്നും പോകുന്നു. ഇപ്പം മാഷ് ആദ്യമൊക്കെ ഇതിനെ ഭയങ്കര തമാശയായിട്ടാണ് കണ്ടിരുന്നത്. ഇത് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ബേജാറ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അതിനെ ആ രീതിയിൽ തന്നെ നേരിടും, തടയും എന്നൊക്കെ പറഞ്ഞ ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം SFIO എന്ന് പറഞ്ഞ സംഭവം ഒറ്റ വരവ് വന്നപ്പോ തന്നെ ഇവർ ഭയന്നു. പിന്നെ കോടതിയിൽ പോയി സ്റ്റേ മേടിക്കാം എന്നുള്ള നടപടി. ഭയം എപ്പോഴും ആളുകളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു കാര്യം, ഇതിലെന്തോ സത്യമുണ്ട് എന്നുള്ളതാണല്ലോ പ്രശ്നം. അതെ. അപ്പൊ അത് തന്നെ അതിങ്ങനെ വീണ്ടും വീണ്ടും കോടതിയെ സമീപിച്ച് ഞങ്ങളെ ഒഴിവാക്കി, ഞങ്ങളുടെ എടുക്കരുത് എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും ആളുകൾക്ക് ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് സംശയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഈ സർക്കാരിന് ഇതെന്താ മനസ്സിലാകാത്തതെന്നുള്ള കാര്യം. ഇതിപ്പോ ഈ സ്വർണ്ണ കേസും അതുപോലെ തന്നെ മറ്റ് ചില കേസുകളൊക്കെ വന്നല്ലോ കഴിഞ്ഞ ഇലക്ഷൻ ടൈമിൽ. അപ്പൊ ആ ടൈമിൽ എന്താ സംഭവിച്ചത്? അവസാനം ഈ ആരോപണ വിധേയരൊന്നും അല്ല അതിൽ പിന്നീട് കെണിയിൽ വീഴുന്നത്. ശിവശങ്കരനെ പോലെയുള്ള ആളുകൾ പോയി കെണിയിൽ വീഴുകയും അദ്ദേഹം ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ഈ കേസിലും യഥാർത്ഥത്തിൽ KSFDCയിലേക്ക് മാറ്റിക്കൊടുത്ത് KSFDCന്റെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കേസിലൊക്കെ പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കാം എന്നാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഈ വ്യവസായ വകുപ്പ് കരുതിയിട്ടുണ്ടായിരുന്നത്. വ്യവസായ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ, അവരുടെ അണ്ടറിലാണ് KSFDC. അവർ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയതും അങ്ങനെയൊക്കെ തന്നെയാണ്. പാമോലിൻ കേസിലായാലും ലാവലിൻ കേസിലായാലും അവസാനം ഉദ്യോഗസ്ഥരാണ് എല്ലാവരും പ്രശ്നം പറയുന്നത്, ഞാനല്ല. അതെ, അത് ഇതിലിപ്പോ ഈ മസാല ബോണ്ട് കേസിൽ എന്താണ് സംഭവിക്കുക? യഥാർത്ഥത്തിൽ ഈ അന്നത്തെ ചെയർമാനും അവരും മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് അവസാനം ഇതിൽ പോയി പെടാൻ പോകുന്നത്. മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അല്ല ഇത്തരം കാര്യത്തിൽ. അതൊക്കെ മൊത്തത്തിൽ ഏത് തീരുമാനത്തെയും പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളും കൂടിയാണ്. ഉദ്യോഗസ്ഥരെ അങ്ങനെ ഈ ഇത്തരം കെണികൾ പെടുത്തി ഒരു ശീലമാക്കി കഴിഞ്ഞാല് ഇവര് ചെയ്യുന്ന കുഴപ്പത്തിന് ഉദ്യോഗസ്ഥരാണ് കുഴപ്പക്കാര് എന്ന് പറയുന്നത് തന്നെ അപകടമാണ്. സംസ്ഥാനത്തിന് വേണ്ട ഒരു തീരുമാനത്തിലേക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ചില സമയത്ത് ചില കലക്ടർമാർ ചില തീരുമാനങ്ങൾ എടുക്കും, പിന്നീട് കലക്ടർമാര് അത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്ന ചില പോലീസ് ഓഫീസർമാർ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചില തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ പിന്നീട് ഇത് കുഴപ്പമാവുകയും കേസാവുകയും നിയമ പോരാട്ടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അന്ന് ആ മന്ത്രി ഉണ്ടാവില്ല, രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും കൂടെ ഉണ്ടാവില്ല. അവസാനം അവർ പോയി പെടും, അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടില്ല. അവർ ദീർഘകാലം, എനിക്കറിയാം ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഹക്കിം ബത്തേരി എന്നുള്ള ഒരു പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ അന്ന് ഈ കേസിൽപ്പെട്ടു. അദ്ദേഹം ദീർഘകാലം പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചു. അയാൾക്ക് പിന്നെ റിട്ടയർമെന്റിന് ശേഷം ആനുകൂല്യങ്ങളില്ല. ഞാൻ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിലാണ്. ആ മകൾ കൊടുക്കുന്ന ഒരു ദിവസം കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അയാളുടെ ഒരു ജീവിതം പിന്നെ മുന്നോട്ട് പോയത്. അത്രയും മോശം. എൻ്റെ അടുത്ത് അയാൾ കണ്ണീരോടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിൽ പലരും പല കേസിലും പോയി ഇതുപോലെ പെട്ട് അവസാനം തന്നെ KSFDCയിലെ ഉദ്യോഗസ്ഥന്മാർക്കും സംഭവം. അവർ പറഞ്ഞെന്താണ് ആദ്യം, നിരവധിയായ ഇത്തരത്തിൽ കമ്പനികൾക്ക് ഞങ്ങൾ ഷെയർ എടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് കൈയൊഴിയാൻ വേണ്ടി തീരുമാനിച്ചാണ്. പക്ഷെ KSFDC ഇതിൽ വലിയ രീതിയിൽ കെണിയുന്ന അവസ്ഥയിലേക്കാണ്. ഇപ്പം ഏപ്രിൽ 5-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏപ്രിൽ 5 വരെ ഈ SFI ആയിട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, വേണ്ടത് എല്ലാ രേഖകളും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വലിയ കെണിയിലേക്ക് പോവും എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടും. ഈ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഭരണചക്രത്തിനിടയിൽ എന്തോ ചീഞ്ഞു നാറുന്നു. ഉണ്ട് തീർച്ചയായും. ഭരണചക്രത്തിനിടയിൽ ചിലപ്പോൾ എന്തോ കേറി കുരുങ്ങിയിട്ട് അത് ആകെ അളിഞ്ഞു നിൽക്കുകയാണെന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണ് ഇവർ ഭയപ്പെടുന്നതും. ഇപ്പൊ ഇലക്ഷൻ ഈ ഇലക്ഷനോട് തീരൂലല്ലോ. ഇനി ഇലക്ഷൻ വരാനുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ വരാനുണ്ട്, ഇനി 2 വർഷം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷൻ വരും. അത്ര വരെയൊക്കെ ഇത് വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ബുദ്ധിമുട്ടാത്. അപ്പം വെറും ലോക്സഭ ഇലക്ഷൻ മാത്രമല്ല, വരാൻ പോകുന്ന ഇലക്ഷൻ ഇതൊന്നും അല്ലെങ്കിൽ തന്നെ അതൊക്കെ നമ്മളുടെ അത്തരത്തിലുള്ള ചിന്തകൾ പോലും ശരിയല്ലാതെ ഞാൻ പറയുന്നത്. കാരണം തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ഇതൊക്കെ നടന്ന വലിയ അഴിമതികളാണ്. അതെ, അത് തിരഞ്ഞെടുപ്പുമായിട്ട് തന്നെ ബന്ധം. തെരഞ്ഞെടുപ്പിന് വരുമോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുമോ? അതായത് CPM എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ
പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അല്ല അതല്ലേ പറയാൻ പറ്റും നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ഷനായിട്ട് ബന്ധിപ്പിക്കുന്ന ഇതാണ്. ഇലക്ഷൻ ടൈമിൽ വരുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് ബന്ധിപ്പിക്കേണ്ട ഒരു സംഭവമില്ല. അതുകൊണ്ട് ഇത് ഇലക്ഷൻ ടൈമിൽ വന്നതല്ല, ഇത് 1.5 വർഷമായിട്ട് ഈ കേസിൽ അന്വേഷണം നടക്കുന്നു. ഇതിപ്പോ അല്ലെങ്കിൽ ഷോൺ ജോർജും കൊടുത്ത കേസ്, അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ നടത്തിയ മറ്റു പോരാട്ടങ്ങൾ, ഇതുകൊണ്ട് മാത്രമല്ല ഈ അന്വേഷണം വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നേരത്തെ തുടങ്ങി, ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടല്ല. പക്ഷേ CPM അത് പറയുന്ന സമയത്ത് എപ്പോൾ പറയുന്നതാണ്, നിങ്ങൾ ഇലക്ഷനിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി വലിയ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ ഗൂഢാലോചന നടത്തിയ യഥാർത്ഥത്തിൽ ആരാണ്? KSFDCയെ ഉപയോഗിച്ചുകൊണ്ട് എക്സ്ട്രാ ലോജിക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് പൈസ കൈമാറ്റത്തിനൊക്കെ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചന വേറെ നടന്നു എന്നുള്ളത് തെളിഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഭയക്കുന്നത്. ഇത് വലിയ അപകടം തന്നെ, സംശയമില്ല. അല്ല, ഇത്തരത്തിലുള്ള അങ്ങനെയുള്ളൊരു ഈ ചിന്ത പോലും ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പാണോ അല്ലല്ലോ ഇഷ്യൂ, ഇഷ്യൂ അതല്ല. അല്ല, ഇപ്പൊ ഈ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഇതുപോലെ വന്നു. തെരഞ്ഞെടുപ്പിൽ പാർട്ടി മോശമായി ചിത്രീകരിക്കും. ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില്ലറ കോടികളൊന്നും അല്ല, അയാള് അധിക കോടിയൊന്നും കൊടുത്തിട്ടില്ല, 18 കോടി അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പാർട്ടിയെ പൊതുജനങ്ങളുടെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഇതാണിത്. ED വന്നില്ലായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേസ് എടുത്തിട്ട് ഏതാണ്ട് 1.5 വർഷക്കാലം ഇതിൽ യാതൊരു തരത്തിൽ നീക്കവും നടത്തിയില്ല. എന്നിട്ടോ കേസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്ത് കുറച്ച് ആളുകളിൽ മാത്രം ഒതുക്കി. ED വന്നപ്പോഴാണ് ഇതിൽ യഥാർത്ഥത്തിൽ എത്ര പേരുണ്ടെന്നും ഏതാണ്ട് 100-120 കോടി ED പിന്നെ മറ്റു പല ഈ ഇതിൽ പെട്ട ആളുകളുടെയൊക്കെ സ്വത്ത് കണ്ടെത്തി. സ്രാവുകളെ പിടിച്ചു. ചില സ്രാവുകളുടെ പിറകെയാണ് ഇപ്പോഴും. AC മൊയ്തീനൊക്കെ അതിന് ശേഷം ഒന്നും മിണ്ടിയിട്ടില്ല, മൗനത്തിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്ന സമയത്താണ് ഇവര് ഇത് മറ്റെന്തോ ഇടപാടാണെന്നും അല്ല അതൊക്കെ വെറും രാഷ്ട്രീയം എന്നല്ലാതെ ഈ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ, അപ്പൊ പ്രശ്നം കഴിഞ്ഞല്ലോ. അതെ, അത് പറയുന്നില്ല. ആളുകളെ പറയുന്നില്ലല്ലോ, അവിടെയാണ് പ്രശ്നം. പറയാനുള്ള ധൈര്യം കൂടി വേണമല്ലോ.